പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 28-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു ചിന്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു എന്നുള്ള വചനമാണ്. ദൈവം മുൻപാകെ നിലവിളിക്കുന്ന ഭക്തന്മാരെക്കുറിച്ച്, ദൈവം മുൻപാകെ ആഴമായി നിലവിളിക്കുന്ന വ്യക്തികളെക്കുറിച്ച് തിരുവചനത്തിലും നമ്മുടെ ജീവിതാനുഭവത്തിലും കാണുവാനായിട്ട് കഴിയാറുണ്ട്. ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ ദൈവത്തിൻ്റെ മുൻപിൽ ആഴമായി നിലവിളിക്കുന്ന ഒരു നിലവിളിയെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിത്തിരിച്ച ആ സ്ത്രീ തൻ്റെ ബാലനുമായി, തൻ്റെ മകനുമായി മരുഭൂമിയുടെ ഏകാന്തതയിൽ ഭക്ഷിപ്പാൻ ആഹാരമോ കുടിക്കുവാൻ വെള്ളമോ പാർക്കുവാൻ സ്ഥലമോ ഇല്ലാതെ നിലവിളിച്ച ഒരു നിലവിളി ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലുണ്ട്. അവളുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുകയും ദൈവം തൻ്റെ ദൂതനെ അവളുടെ അരികിലേക്ക് പറഞ്ഞയച്ച്, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? ബാലൻ കിടക്കുന്ന ഇടത്ത് ഞാൻ അവന് വേണ്ടി ഒരു പുതുവഴി തുറന്നിട്ടുണ്ട് എന്നറിയിക്കുകയും ചെയ്യുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, ആഴമായി മുറിവേറ്റ, അപമാനഭാരം പേറി ജീവിതത്തിൽ ഒരു തലമുറയെ കാണുവാൻ കഴിയാതിരിക്കുന്ന ഒരു ഹന്നയുടെ നിലവിളി രേഖപ്പെടുത്തുന്നുണ്ട്. അവളുടെ നിലവിളിയുടെ ആഴങ്ങൾ തിരിച്ചറിയാതെ മറ്റുള്ളവർ അവൾ മദ്യപിച്ചിരിക്കുന്നു, വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ ആഴമായി നിലവിളിക്കുന്ന ഹന്നയുടെ നിലവിളിയുടെ ശബ്ദം അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിലെത്തിയിട്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതനോട് തന്നെ അവളെ അനുഗ്രഹിച്ച് ആശീർവാദം നൽകി പറഞ്ഞയക്കണമെന്ന് പറയുന്ന വാക്കുകൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 2 സ്ത്രീകളും അവരുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ആഴമായി നിലവിളിച്ചു. നിലവിളിയുടെ ശബ്ദം കേട്ട് ദൈവം അവർക്കു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തു നൽകുവാനിടയായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആർപ്പിക്കുകയാണ്. ദൈവം മുൻപാകെ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ഭക്ഷിപ്പാൻ ആഹാരത്തിനു വേണ്ടിയോ, കുടിക്കുവാൻ വെള്ളത്തിനു വേണ്ടിയോ, പാർക്കുവാൻ ഭവനത്തിനു വേണ്ടിയോ, ഉടുക്കുവാൻ വസ്ത്രത്തിനു വേണ്ടിയോ അല്ല, ജീവിതത്തിൽ മറ്റുള്ളവർ അപമാനിക്കുന്ന അപമാനങ്ങളുടെ മുൻപിലോ മുൻപോട്ട് ജീവിക്കുവാൻ യാതൊരു തലത്തിലുള്ള വഴികളും മാർഗങ്ങളുമില്ലാതെയോ ഒക്കെ ജീവിതത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ നിലവിളിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന കർത്താവായ യേശു മശിഹ. യേശു ക്രിസ്തു നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിന് ഉത്തരം നൽകും.
ആ മറുപടിയുടെ ദിവസത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുൻപാകെ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവനല്ല കേൾക്കുന്ന ദൈവം, കണ്ണുണ്ടെങ്കിലും കാണാത്ത ദൈവമല്ല കാണുന്ന ദൈവം. അങ്ങ് ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.